ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പോർക്ക് ഉലർത്തിയതാണ്. വളരെ സ്വാദിഷ്ടമായ രീതിയിലാണ് നമ്മളിന്നിവിടെ പോർക്ക് ഉലർത്തിയത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് താമസിക്കുക വീഡിയോയിലേക്ക് തന്നെ പോകാം. ഓക്കെ, അങ്ങനെ ഞാനിവിടെ 1 കിലോ പോർക്ക് എടുത്തിട്ടുണ്ട്. അതിന് നല്ലതുവണ്ണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. 3 വട്ടമെങ്കിലും ഇതൊന്ന് കഴുകണം. കഴുകി നല്ലവണ്ണം ഒന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് എടുക്കാം. അങ്ങനെ നല്ലവണ്ണം കഴുകി എടുത്തിട്ടുണ്ട്. 3 വട്ടം കഴുകി അതിൻ്റെ ചോരമയം എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതാണ്. ഇനി നമുക്ക് ഒരു കുക്കറിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ലേശം വെള്ളം കൂടി ഒഴിച്ച് നല്ലതുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഇനി നമുക്ക് കുക്കർ അടച്ച് 3 വിസിൽ അടിക്കണം. 3 വിസിൽ അടിക്കുന്ന വരെ വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ വിസിലടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ എയറൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു മുഴുവൻ വെളുത്തുള്ളി, അതുപോലെ വലിയൊരു കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, ഇതെല്ലാം കൂടി ഒന്ന് നമുക്കൊന്ന് ചതച്ചെടുക്കണം. പിന്നെ വേണ്ടത് 1/4 കിലോ ചെറിയ ഉള്ളി, ഇത് 2ആയിട്ട് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇതെല്ലാം നല്ലതുവണ്ണം വെന്തിട്ടുണ്ട്, പക്ഷേ ഒരുപാട് നെയ്യ് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് ഈ നമ്മുടെ കഷ്ണം മാത്രം കോരി മാറ്റാം. ഈ നെയ്യൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്കത് മുഴുവൻ ആയിട്ട് കോരി മാറ്റി ഈ നെയ്യ് നമുക്ക് കളയാം. ഇനി നമുക്ക് ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ഉരുളി ചൂടായതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുവണ്ണം ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഇപ്പോൾ കടുകൊക്കെ ഇവിടെ നല്ലതുവണ്ണം പൂട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 4 ഏലയ്ക്ക, ചെറിയൊരു കറുകപ്പട്ട, ഒരു തക്കോലം, പിന്നെ ബേ ലീഫ് എല്ലാം കൂടി ചേർത്ത് ഒന്ന് നല്ലതുവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് ചൂടാകണം. ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇതിനകത്തോട്ട് ഇറങ്ങണം. ഇനി നമുക്ക് ആവശ്യമായ തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങാക്കൊത്തും ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ലതുവണ്ണം ഒന്ന് വാടി വരണം. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ നല്ലതുവണ്ണം വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളി നെടുക കീറിയതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുവണ്ണം വഴറ്റിയെടുക്കാം. നമ്മൾ 4 പച്ചമുളകും കൂടി കീറിയതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടാനുണ്ട്. അത് നമുക്ക് മസാലയൊക്കെ ചേർക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം. കാരണം അത് പേസ്റ്റ് രൂപേണ ഞാൻ അരച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇനി നമുക്കിത് ഒരു മൂടി ഉപയോഗിച്ച് മൂടി അല്പസമയം ആവിയിലൂടെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ നല്ലതുവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്. ചെറിയ ഉള്ളിയെല്ലാം നല്ലതുവണ്ണം വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി,
1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല 1 സ്പൂൺ, കുരുമുളക് പൊടി 1.5 ടേബിൾ സ്പൂണുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് നല്ലതുവണ്ണം ഒന്ന് വഴറ്റി ഇതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഈ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഇപ്പോൾ ചേർത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് കംപ്ലീറ്റ് ഇതിൻ്റെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല ഫ്ലേവറായിരിക്കും. അതുപോലെ നമ്മുടെ കറിവേപ്പിലോട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ നല്ലതുവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഈ ഫ്ലേവറെല്ലാം ഇതിനായിരിക്കും മൊത്തത്തിലങ്ങ് ആകുന്നതാണ്. നല്ലതുവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുവണ്ണം വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇറച്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി നമുക്കിതിലേക്ക് മുഴുവനായി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുവണ്ണം മിക്സ് ചെയ്ത് മസാല എല്ലാം നമ്മുടെ ഇറച്ചിയിൽ നല്ലതുവണ്ണം മിക്സ് ആകണം. നമുക്കിത് കൈയെടുക്കാതെ നല്ലതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ പോർക്ക് ഉലർത്തിയത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കൈയെടുക്കാതെ 5-6 മിനിറ്റ് നല്ലതുവണ്ണം ഇളക്കി അടിക്കൊന്നും പിടിക്കാണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം ഇതുണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഇനി നമ്മൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ഓക്കെ.